അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും അനീഷ് കൊണ്ടുപോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അനീഷ് വേഴ്സസ് എൻ്റെ ഹൗസ് മേറ്റ്സ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. നന്നായിട്ട് കളിച്ചു അനീഷ്, ഞാൻ ഇതേ പറയുള്ളൂ. കാരണം ഇവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് പറ്റിയില്ല. അവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല എന്നാണ് സത്യാവസ്ഥ. അതൊരു നല്ല പരീക്ഷണം തന്നെയാണ്. നമുക്കൊക്കെ അവരെ മനസ്സിലാക്കാൻ പറ്റി, ആരൊക്കെ എങ്ങനെ എത്ര ഈഗോ ഉള്ളവരാണെന്നല്ലേ. ഷാനവാസ് കുറെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അക്ബർ എന്ത് ചെയ്താ വിട്ടുകൊടുത്തില്ല. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പെരുമാറണം. നവീനോട് കുറച്ച് ബുദ്ധിപൂർവ്വ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അവിടെ എന്താ ബാക്കിയുള്ളവരുടെ മുമ്പിലും കൂടി പറയണ്ടേ. ആര്യനൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് ഇന്ന്. മാല പൊട്ടിക്കുക, അതൊക്കെ വളരെ ബാലിശമായിട്ട കാര്യങ്ങൾ. അതുകൊണ്ട് എന്ത് പറ്റി, 6 പേരെ നേരിട്ട് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയോ? സരിക, ഷരിക, 2 സരികമാരും, രേണു സുധി, അനീഷ് തന്നെ, ഒനിൽ ആൻഡ് റെന ഫാത്തിമ. ഈ 6 പേര് എന്തായാലും മിഡ് വീക്ക് എവിക്ഷനിൽ പോകും. അത് ഒരു ടാസ്ക് വഴിയായിരിക്കും അവർ എവിക്റ്റ് ആവുക. ബാക്കിയുള്ളവർക്കൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു ചാൻസ്. എന്തുകൊണ്ട് അവര് ആ 6 പേരിൽ വരണ്ട എന്നുള്ള കാരണം പറയണം എന്നുള്ളതായിരുന്നു ടാസ്ക്. അത് അവര് പറഞ്ഞു. പക്ഷെ ഈ 6 പേരാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് മിഡ് വീക്ക് എവിക്ഷനിൽ എന്തായാലും പോകുന്നതായിരിക്കും. ഇത് കൂടാതെ നമുക്ക് ബാക്കി നോമിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആസ് എ ക്യാപ്റ്റൻ, ആൾ ശ്രമിച്ചു. പക്ഷെ എൻ്റെ വീടിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയോന്ന് വെച്ചാൽ ഇല്ല. അതെന്താണെന്നറിയോ? അക്ബർ പറയുമ്പോഴേക്കും പുള്ളിക്കാരൻ, ഷാനവാസിനുള്ള കുഴപ്പം അതാണ്, ഒരു കാര്യം പറഞ്ഞാൽ അതിലേക്ക് നിൽക്കില്ല. അത് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അത് നവീൻ ലൈവില് പറഞ്ഞൊരു കാര്യമാണ്. ശരത്തും ഇവർക്കൊക്കെ ഈഗോ കാരണം അത് സമ്മതിച്ചില്ല. ആ 1 അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ബാക്കി എല്ലാവർക്കും കളിച്ചുകൂടായിരുന്നു. ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി, ഫുഡും കിട്ടി, യുനോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇന്നത്തെ ദിവസം കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഇല്ല, സമ്മതിച്ചില്ല. എല്ലാവർക്കും ഉണ്ട്, ഒരാളും കുറവില്ല. റെന ഫാത്തിമയൊക്കെ ഇന്ന് ഞാൻ കണ്ട ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഷോക്കായി പോയിട്ടോ. ഞാൻ കൊച്ചുകുട്ടിന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. പക്ഷെ അനീഷ് പാത്തറിയിട്ടില്ല, അതേപോലെ ഒറ്റയ്ക്ക് നിന്നു എന്നാ ഞാൻ പറയുള്ളൂ. അതിന് ഭയങ്കര ധൈര്യം തന്നെ വേണം കേട്ടോ. നോ ഡൗട്ട്, ഇത്രയും പേര് നമ്മളെ അഗേൻസ്റ്റ് പറയും, നമ്മളൊന്ന് പതറിപ്പോവില്ലേ? നോ, ആര്യനൊക്കെ ഇന്ന് കാണിച്ചു കാട്ടെ, ഇതൊന്നും പറയണ്ട. എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ആ കുട്ടി, എന്തിനങ്ങനെ കാണിക്കുന്നേ? എന്റെ ദൈവമേ, ഈ ആഴ്ചയിൽ ലാലേട്ടന് ഇതെന്നെ പറഞ്ഞു കൊടുക്കാൻ തരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ആഴ്ചയും കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനീഷ് ടോപ്പ് 5 ഷുവർ. അല്ലെങ്കിൽ ഈ മിഡ് വീക്ക് എവിക്ഷനിൽ എവിക്റ്റായി പോണം ടാസ്ക് വഴി, അല്ലെങ്കിൽ പുള്ളിക്കാരൻ നിൽക്കും. ബാക്കി എല്ലാവർക്കും, സരികയ്ക്കൊക്കെ ഈഗോ ഉണ്ടെന്ന്, ഇത്ര ഈഗോ ഉണ്ടോ? ഒരാളുടെ മുമ്പിൽ കുറച്ച് കുമ്പിട്ടാ എന്താ കുഴപ്പം പറ്റുക? കുമ്പിടുന്നോണ്ട് നമ്മൾ ചെറുതൊന്നാവുന്നില്ലടേ. ആരാ ചെറുതാവുന്ന അവിടെ? ഒരാളോട് സോറി പറഞ്ഞാൽ നമ്മൾ ചെറുതായി പോവോ? ഇല്ലല്ലോ, നമ്മളല്ലേ ഇവിടെ വലുതാവുന്നത്. അപ്പം ഇന്ന് ഫുൾ ഹൗസ് വേഴ്സസ് അനീഷ് ആയിരുന്നു. പിന്നെ നോമിനേഷൻ അതുകൊണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ക്യാപ്റ്റനായി നമ്മുടെ ഷാനവാസും. പക്ഷെ പുള്ളിക്കാരൻ നോമിനേഷനുണ്ട്. പുള്ളിക്കാരന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു ബിഗ് ബോസ്. അപ്പൊ അതനുസരിച്ച് അനീഷ് ഒരു ഗിഫ്റ്റ് കൊടുത്തു. പുള്ളിക്കാരൻ യൂസ് ചെയ്യാത്തൊരു കോംബോ, അതായിരുന്നു ഗിഫ്റ്റ്. പിന്നെ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, ഗിസലിന്റെ മേക്കപ്പ് ഇഷ്യൂ. അത് കാരണം ബിഗ് ബോസ് പിന്നെ ഒരു ഇതൊക്കെ പറഞ്ഞു, ഇനി ഷോ ഇല്ല, നൃത്തമാണ്, പുള്ളിക്കാരി വേറെ ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ചിടുന്നു, അതൊക്കെ ഇഷ്യൂ ആക്കി. പിന്നെ നോമിനേഷൻ രക്ഷപ്പെട്ട ഒറ്റ ഒരാളേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അഭി.